പത്തരം മാറ്റി ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങളായി ഉള്ളിൽ വെച്ച രഹസ്യം നാഗേന്ദ്രൻ എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ ഞെട്ടിക്കുന്ന സത്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് നാഗേന്ദ്രൻ ഇപ്പോൾ തിരിച്ചെത്തിയത് തന്നെ. അങ്ങനെ നാഗേന്ദ്രൻ അനന്തമൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിനക്ക് എന്താണ് ഇങ്ങോട്ട് കാര്യം? അന്നത്തെ പോലെ എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അടി വാങ്ങാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അത് കേട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടു, ഒരക്ഷരം പോലും മിണ്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പോകില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയുകയാണ് നാഗേന്ദ്രൻ. അങ്ങനെ നാഗേന്ദ്രനെ കണ്ടിട്ട് ജലജയും അങ്ങനെ എല്ലാവരും നെട്ടുകയാണ്. അഭി അവന്തിക ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ അഭി അവന്തിയെ നോക്കിക്കൊണ്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇനി എല്ലാ കാര്യങ്ങളും ഈ അച്ഛൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? അച്ഛനിത് എന്താണ് പറയാൻ പോകുന്നത്? ഇപ്പോൾ സ്വന്തം മക്കളോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛനുമായിട്ടുള്ള ബന്ധം ആരെയും അറിയിക്കരുതെന്ന് നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്താണ് പറ്റിയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അഭി അവന്തികയും. ആ സമയം ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജലജ അവരെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് എന്താണ് പറയാനുള്ളത്? അടുത്ത ചതിയുമായി നീ ഇങ്ങോട്ട് വരികയാണോ? നീ പറയുന്നത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെയുള്ള കാര്യങ്ങളല്ലേ നീ മുൻപ് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറയുകയാണ്. ചതിയിലൂടെയും വഞ്ചനയിലും കൂടിയാണ് നീ ഇതെല്ലാം നേടിയെടുത്തത്. അതുകൊണ്ട് നീ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശൻ. ആ സമയം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. മുൻപൊരിക്കലും മുത്തശ്ശൻ അതിനുള്ള അവസരം കൊടുത്തില്ലല്ലോ, ഇപ്രാവശ്യമെങ്കിലും മുത്തശ്ശൻ അത് കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും വേഗം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ അഭിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അഭി നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാകും. ഇവിടെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയാലും ജ്വല്ലറിയിൽ ഉടമയായി നിന്റെ അച്ഛൻ നിന്നെ ഏറ്റെടുക്കുമെന്ന്. യഥാർത്ഥത്തിൽ നീ എൻ്റെ മകനല്ല അഭി, അവന്തിക മാത്രമാണ് എൻ്റെ മകൾ. നീ ജലജയുടെ ജാരസന്തതിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും നീട്ടുന്നുണ്ട്. ജലജ ഉൾപ്പെടെ എല്ലാവരും തലയിൽ കൈവച്ച് പോവുകയാണ്. കാരണം ഈ ഒരു സത്യം നാഗേന്ദ്രൻ പറയുമെന്ന് ജലജ ഒരിക്കലും വിശ്വസിച്ചതല്ല. സമയം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഈ ജലജയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഒരു ബോംബെക്കാരനുമായി ഇവൾക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു. പല ബിസിനസ് കാര്യങ്ങൾക്കുമായി പോകുന്ന സമയത്ത് ഇവൾ അയാളുമായി കറങ്ങി നടക്കുകയായിരുന്നു. ഇവൾക്ക് അയാൾ ജനിച്ച കുട്ടിയാണ് അഭി. പിന്നീടാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അപ്പോഴേക്ക് സ്വന്തം മകനെ പോലെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ ആരോടും പറയാതെ, ജലജയോട് പോലും ചോദിക്കാതെ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നത്. പക്ഷേ ഈ സത്യം ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ജലജ എത്രമാത്രം വലിയ കള്ളിയാണെന്ന് ഇവിടെ ആരും മനസ്സിലാക്കാതെ പോകും. ഞാൻ നെക്ലേസിന്റെ കാര്യവും ആ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അന്ന് അച്ഛൻ സൂക്ഷിക്കാൻ വെച്ച സ്വർണം മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം എൻ്റെ കയ്യിൽ തന്നതും ജലജ തന്നെയാണ്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കുറ്റം ഏറ്റെടുത്തത്. അവസാനം ഞാൻ വീടിന് പുറത്തായി. ഇപ്പോഴെങ്കിലും അവളുടെ കള്ളത്തിനെ എല്ലാവരും അറിയണമെന്ന് തോന്നി. അഭി എൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവന്തിക മാത്രമാണ് എൻ്റെ മകൾ. അഭി യഥാർത്ഥത്തിൽ തൻ്റെ മകനല്ല എന്ന കാര്യം എല്ലാവരുടെ മുന്നിൽ അറിയിക്കുകയാണ് നാഗേന്ദ്രൻ. ഇത് കേട്ട് മൂർത്തി ജലജയുടെ നേർക്ക് തിരിയുകയാണ്. ഞാനിത് കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജലജ തല താഴ്ത്തി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മുത്തശ്ശന് മനസ്സിലാകുന്നുണ്ട് ജലജ ഇത്രയും കാലം തന്നെ പറ്റിക്കുകയാണെന്നും നാഗേന്ദ്രൻ പറഞ്ഞതല്ല സത്യമാണെന്ന കാര്യം മുത്തശ്ശൻ വളരെ വിഷമത്തോടു കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും പഠിച്ച പെരുങ്കള്ളിക്കാണോ താൻ ഈ കുടുംബത്തിൽ സ്ഥാനം നൽകിയതെന്ന് മൂർത്തി മുത്തശ്ശൻ ചിന്തിക്കുകയാണ്. സമയം ജലജയാണെങ്കിൽ വാക്കുകളില്ലാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അഭിയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ അഭിക്ക് വല്ലാത്ത നെട്ടലുണ്ടാക്കുകയാണ്. ഒരു സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് അഭി.